നമ്മൾ മലയാളികളുടെ ഒരു പ്രധാന വിഭവമാണ് സാമ്പാർ. മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന കലർപ്പില്ലാത്ത സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വറക്കുന്ന ചേരുവകളിലും പാത്രത്തിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന കൂട്ട് 45 ദിവസത്തോളം വായു കടക്കാത്ത പാത്രത്തിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമായ മസാലക്കൂട്ടുകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് രുചികരമായ സാമ്പാർ തയ്യാറാക്കാൻ സഹായിക്കുന്ന സാമ്പാർ കൂട്ട് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ കായം വറുത്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം 100 ഗ്രാം കായം ചേർത്ത് കൊടുക്കാം. കായം ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം കോരിയെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 100 ഗ്രാം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം കടലപ്പരിപ്പ് 100 ഗ്രാം, പീസ് പരിപ്പ് 100 ഗ്രാം ചേർത്ത് 2 മിനിറ്റ് ഇളക്കി വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് 50 ഗ്രാം അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടെ ചെറിയ ജീരകം 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം 20 തണ്ട് കറിവേപ്പില, 1/4 കിലോ വറ്റൽമുളക്, 1/2 കിലോ മുഴുവൻ മല്ലി കൂടി ചേർത്ത് വറുത്തെടുക്കണം. കൂടെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കായവും ചേർത്ത് കൊടുത്ത് ഒരു 5-10 മിനിറ്റ് ഇളക്കി വറുത്തെടുക്കണം. ഈ അളവിൽ സാമ്പാർ പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം 1 കിലോ സാമ്പാർ പൊടി കിട്ടുന്നതായിരിക്കും. ഈ പൊടി സാമ്പാറിന് മാത്രമല്ല രസമുണ്ടാക്കുന്നവർക്കും രസത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സാമ്പാർ പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് പാത്രത്തിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. കറിവേപ്പില ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന രീതിയിലായാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ചൂടാറുവാൻ വേണ്ടി പരത്തിയിടണം. ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊരു പേപ്പറിൽ പരത്തിയിട്ട് ചൂടാറിയതിനു ശേഷം വായു കടക്കാത്ത പാത്രത്തിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക.